Hey guys, welcome to OMGmallu. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് IELTSന്റെ സ്പീക്കിങ്ങിന്റെ ടിപ്സ് ആണ്. ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് സ്പീക്കിംഗ് എങ്ങനെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാമെന്നുള്ളത്. കഴിഞ്ഞ തവണ നമ്മുടെ ആംഗ്ലോബേസിൽ നിന്ന് കിരൺ വന്നിട്ടുണ്ടായിരുന്നു. ഇത്തവണയും കിരൺ തന്നെയാണ് വന്നിരിക്കുന്നത്. ഒരുപാട് ടിപ്സ് ഉണ്ട് കിരണിന്റെ കയ്യിൽ. നമ്മൾ അധികം വെയിറ്റ് ചെയ്യുന്നില്ല, അങ്ങോട്ടേക്ക് പോവാം. സ്റ്റേ ട്യൂൺഡ്. കിരൺ, നമ്മൾ ഇന്ന് എന്താണ് ചെയ്യാൻ പോകുന്നത്? ഓക്കെ, ഐ തിങ്ക് ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ സ്പീക്കിങ്ങിന് ഏറ്റവും അനിവാര്യമായിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനാണ് ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. ഐ തിങ്ക് ദാറ്റ്സ് ബെറ്റർ. എല്ലാവർക്കും സ്പീക്കിംഗ് തന്നെ ആയിരിക്കും ബുദ്ധിമുട്ട്. കാരണം ഞാനൊക്കെ ഫസ്റ്റ് ടൈം IELTS ജോയിൻ ചെയ്തപ്പോൾ തന്നെ നമുക്ക് സ്പീക്കിംഗ് ആക്ച്വലി നമുക്ക് പോകുമ്പോഴത്തേക്ക് ഇവരെന്താണ് ചോദിക്കുമ്പോൾ നമുക്ക് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യൂ കാർഡ് ആയിരിക്കും കിട്ടുന്നത്, അല്ലേ? അപ്പോൾ ആക്ച്വലി ഒരു പിന്നെ നമ്മൾ നാട്ടിൽ ജനിച്ചു വളർന്ന ആൾക്കാരാകുമ്പോൾ പൊതുവേ പ്രാക്ടീസ് ഇല്ലാത്തതിന്റെ പ്രശ്നങ്ങൾ, പിന്നെ ഫ്ലുവൻസി, മനസ്സിൽ ഇംഗ്ലീഷ് അറിയാമെങ്കിലും പുറത്തേക്ക് വരാത്തതിന്റെ നമ്മളിപ്പോ ആലോചിച്ചു കൂട്ടും. അതായത് എന്തെങ്കിലും സംസാരം വരുമ്പോഴത്തേക്കും അതിന്റെ വേർഡ് ഇതാണോ എന്ന് നമ്മൾ ആലോചിച്ച് തന്നെ അവിടെ കുറച്ച് സമയം പോകും. അപ്പൊ അതിനെന്താണ് പറയാനുള്ളത്, അതിനെന്താണ് ചെയ്യാനുള്ളത്? ഇഫ് ഐ ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം ദ ബിഗിനിങ്, ആദ്യമേ തന്നെ പൊതുവെ ആൾക്കാർ പറയുന്ന ഒരു കാര്യമാണ് ബി റിയൽ, ബി യുവർ സെൽഫ് എന്നുള്ള കുറെ അഭിപ്രായങ്ങൾ പറയാറുണ്ട്. ബട്ട് ആസ് എ മാറ്റർ ഓഫ് ഫാക്ട് എന്റെ അഡ്വൈസ് നേരെ തിരിച്ചാണ്. If you do not believe in yourself, it's okay to be someone else for the 15 minutes of speaking. Okay? I mean, the trick is not to be confident, it is to pretend like you're confident. It's basically ഒരു ഷോ ആണ് 15 മിനിറ്റ് നേരത്തെ. അവർ ഇംപ്രസ് ചെയ്യുക, അവര് നമ്മളെ ഇഷ്ടപ്പെടുന്ന അനുസരിച്ച് മാർക്ക് ഇടും എന്ന് മാത്രം ചിന്തിച്ചു പോകാന്നാണ് പറയാനുള്ളത്. ഇപ്പൊ നമ്മളിപ്പോ ടീച്ച് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഗ്രാമറിന് പ്രാധാന്യം കൊടുക്കുമെങ്കിലും ഒരിക്കലും ഒരു സ്പീക്കിംഗ് എക്സാമിനർ ഗ്രാമർ പേപ്പറും പേനയും വെച്ച് നോക്കി ഇരിക്കുന്നില്ല. അവർ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് പോലും അറിയില്ല. അത് ഇങ്ങനെ ചാരി ഇരുന്ന് നമ്മളെ ടോട്ടലി ബോഡി ലാംഗ്വേജ് അടക്കം അനലൈസ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് ദ കോൺഫിഡൻസ്, ഇറ്റ് മാറ്റേഴ്സ്. ഇപ്പോ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇഫ് യു സ്റ്റാർട്ട് ഫ്രം ദ ബിഗിനിങ്, ഒരു മെയിൻ എക്സാമിന് പോകുമ്പോൾ ഐ തിങ്ക് എപ്പോഴും നമ്മൾ വളരെ വിനയത്തോടെ തന്നെ അകത്തോട്ട് കയറുക. ഇറ്റ്സ് ഗുഡ് ടു ആസ്ക് പെർമിഷൻ, എന്നാൽ അമിതമായിട്ട് വിനയം കാണിക്കാതിരിക്കുക. ഇപ്പൊ ചില ആൾക്കാർ ഇരിക്കുന്നതിന് പെർമിഷൻ, പിന്നെ അമിതമായിട്ടുള്ള വിഷിങ്, ഇപ്പൊ എന്താ പറയാ, ലൈക്ക് ഇപ്പൊ കനേഡിയൻസിന് കളിയാക്കുന്ന ഒരു കാര്യം എല്ലാത്തിനും താങ്ക് യു സോറി ഒക്കെ പറയുന്ന പോലെ, അല്ല ഇതുപോലെ ഇപ്പൊ ഗുഡ് മോർണിംഗിന്റെ അവിടെ ചെന്ന് ഗുഡ് ആഫ്റ്റർനൂൺ പറയും. ഇങ്ങനത്തെ പല ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. സോ ആദ്യം തന്നെ വളരെ അധികം ഓവർ ആക്കാത്ത രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ പ്രധാനമായിട്ടുള്ള കാര്യം എന്താന്ന് വെച്ചാൽ what I believe is the importance of the word all right. അതായത് ഈ ഓക്കെ എന്നുള്ള വാക്ക് ബേസിക്കലി അതൊരു ഇംഗ്ലീഷ് വാക്കാണെങ്കിലും നമുക്ക് മലയാളികൾക്ക് അതൊരു ഇംഗ്ലീഷ് വാക്കാന്ന് തോന്നുന്നില്ല. നമ്മളെപ്പോഴും എന്തിനും ഉപയോഗിക്കുന്ന ഒരു വാക്കാണത്. സോ പലപ്പോഴും നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന വാക്കുകൾക്ക് ഒരു ഓൾട്ടർനേറ്റീവ് കണ്ടുപിടിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിൽ ഏറ്റവും വലിയൊരു വാക്കാണ് ഓക്കെ. ആ ഓക്കെ എന്നുള്ള വാക്കിന് ഓൾ റൈറ്റ് എന്നുള്ള ടേം ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്താൽ വളരെ രീതിയിൽ ഉപകാരം ചെയ്യും, പ്രത്യേകിച്ച് സ്പീക്കിങ്ങിന്റെ ഇടവേളകളിൽ. ഫോർ എക്സാമ്പിൾ, അവർ ഇടയ്ക്കിടയ്ക്ക് now in part 1 I'll ask some questions about yourself എന്ന് ഒരു ഏരിയ പറയാമെന്ന് വയ്ക്കുക. 10-7 പിള്ളേരും പേടിച്ച് പ്രത്യേകിച്ചൊന്നും പറയാതിരിക്കും. ചില ആൾക്കാർ ഓക്കെ എന്ന് പറയും, പക്ഷെ ഒരാളെങ്കിലും ഓൾ റൈറ്റ് എന്ന് പറഞ്ഞാൽ അതിനെ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റും. ബിക്കോസ് ഇറ്റ്സ് ഓൾ അബൌട്ട് ബീങ് ഡിഫറെന്റ് ദാൻ അതേഴ്സ്. മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാൽ ഈ സ്പീക്കിങ്ങിൽ നമുക്ക് സംസാരിക്കാൻ കിട്ടുന്ന ടോപ്പിക്കിന് നമ്മൾക്ക് കിട്ടുന്ന മാർക്ക് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ ടോപ്പിക്കിനെ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ സ്പീക്കിംഗ് തുടങ്ങുന്ന സമയത്ത് ആർ യു വർക്കിംഗ് ഓർ ആർ യു സ്റ്റഡിങ് എന്നൊക്കെ ചോദിക്കുന്ന ഒരു ഏരിയ ഉണ്ട്. സോ എപ്പോഴും നമ്മുടെ അംബീഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം ആ ഒരു സ്പോട്ടിൽ പറയാൻ പറ്റിയാൽ ഒരു പരിധിവരെ ടോപ്പിക്കിന്റെ സ്റ്റിയറിംഗ് നമുക്ക് പിടിക്കാൻ പറ്റും. ദാറ്റ് ഈസ്, ഫോർ എക്സാമ്പിൾ, I have a fascination towards film direction and movies. So നൈസ് ആയിട്ട് ഞാൻ അവിടെ ഫിലിം ഡയറക്ഷനെ പറ്റി പറഞ്ഞപ്പോൾ പിന്നെ പതിയെ ടോപ്പിക് ഹോളിവുഡ് മൂവീസിനെ പറ്റിയായി, ഫിലിം സ്റ്റാർസിനെ പറ്റിയായി, and I was able to perform well. So I think it's always good to include your ambition or somehow let them know that you have a fascination to a particular area, because that way you can control a little bit of the topic that they are going to ask. So you're talking about task 1, right? Task 1 is yeah, exactly, part 1. Yeah, exactly, part 1. I'm starting from the beginning. Okay. But പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കള്ളം പറയുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല. Okay. ഒരു ദിവസം ആവറേജ് 20 പേരുടെ സ്പീക്കിംഗ് എക്സാമിന് എടുക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും സ്ഥിരമായിട്ട് പറയുന്നത് ഒരേ കാരണങ്ങളായിരിക്കും. എന്തുകൊണ്ട് കാനഡയ്ക്ക് പോകണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ്, ജോബ് ഓപ്പർച്യൂണിറ്റീസ്. ഓഫ് കോഴ്സ് ദോസ് തിങ്സ് ആർ ട്രൂ, ബട്ട് വൈ ഡോണ്ട് യു ട്രൈ സംതിങ് എൽസ് ഫോർ ചേഞ്ച്? ദേ വിൽ ലൈക്ക് ഇറ്റ്. സോ വിദഗ്ധമായി കള്ളം പറയാൻ അറിയുമെങ്കിൽ സ്പീക്കിംഗ് കാര്യമായിട്ട് ടെൻഷൻ എടുക്കുകയും വേണ്ട. ഓക്കെ. ആൻഡ് ഓൾസോ ഒരു സെമി ഇൻഫോർമൽ ടോൺ സ്പീക്കിങ്ങിന് കീപ്പ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അതായത് പല ആൾക്കാരും സ്പീക്കിംഗ് എക്സാമിനർ നോക്കുമ്പോൾ വളരെയധികം പേടിക്കും. പക്ഷെ ശരിക്കും സ്പീക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ
എന്താ പറയാ, നമ്മൾ നമ്മുടെ കോളേജ് പ്രിൻസിപ്പാളിനോടല്ല സംസാരിക്കുന്നത്, അറ്റ് ദ സെയിം ടൈം നമ്മുടെ ക്ലോസ് ഫ്രണ്ടിനോടല്ല സംസാരിക്കുന്നത്. നമ്മുടെ കുറച്ചുകൂടി പറഞ്ഞൊരു ഗസ്റ്റ് ലെക്ചർ സിനാരിയോ എന്നൊക്കെ പറയും. അതായത് നമ്മുടെ കോളേജിലൊക്കെ ഗസ്റ്റ് ലെക്ചർമാരായിട്ട് വരില്ലേ, അവരോടൊക്കെ കാണിക്കുന്ന ഒരു തരം ഫോർമാലിറ്റി ഇല്ലേ, ആ ഫോർമാലിറ്റിയിൽ എക്സാമിനോട് സംസാരിക്കുന്നതാണ് ഇപ്പൊ നല്ലത്. ഒരു 1:3 റേഷ്യോ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇപ്പൊ കിരൺ ചേട്ടൻ എന്റെ എക്സാമിനറും ഞാൻ സ്റ്റുഡന്റ് വന്നിരിക്കാം. ഓക്കെ, എപ്പോഴും കിരൺ ചേട്ടന്റെ ക്വസ്റ്റ്യൻ 10 seconds ആയിരുന്നെങ്കിൽ എന്റെ ആൻസർ അറ്റ്ലീസ്റ്റ് 30 seconds ആയിരിക്കും. ഒരു ഡോമിനേഷൻ ആൻസർ പറയുന്ന ആളുടെ ലെങ്ത്തിൽ ഉണ്ടാവണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതൊരു ക്വിസ് കോമ്പറ്റീഷൻ അല്ല, യെസ് നോ വൺ വേർഡ് ആൻസർ പറയാനായിട്ട്. ഇത് കൃത്യമായിട്ട് നമ്മൾക്ക് കാര്യങ്ങൾ ആക്സസ് ചെയ്യാനും അത് പ്രസന്റ് ചെയ്യാനും ഉള്ള ഒരു കാര്യം എന്താ പറയാ അനലൈസ് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. സോ നിർബന്ധമായിട്ടും ആ ഒരു ലെങ്ത് അറ്റ്ലീസ്റ്റ് 1:3 ലെങ്ത്തിലെങ്കിലും സംസാരിക്കാൻ ശ്രമിക്കുക. പിന്നെ മറ്റൊരു കാര്യമാണ് മേക്കിംഗ് ഐ കോൺടാക്ട്. കോൺഫിഡൻസ് ഇല്ലാത്ത ആൾക്കാരാണ് എപ്പോഴും ആകാശത്തോട്ട് നോക്കുന്നതും താഴേക്ക് നോക്കുന്നതും. Okay, I would like to go a step ahead. I don't know whether you have noticed. I have seen it in Hollywood movies. When foreigners make eye contact, they do it in a different style. ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറയാം, നമ്മൾ ഐ കോൺടാക്ട് കീപ്പ് ചെയ്യുന്നത് എപ്പോഴും കോൺഫിഡൻസിന്റെ ഒരു രീതിയാണ്. പക്ഷെ ഫോറിനേഴ്സിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വേറൊരു പർട്ടിക്കുലർ സ്ഥലത്ത് നോക്കിയിട്ട് പിന്നെ ഐ കോൺടാക്ട് വരുന്ന ഒരു രീതിയുണ്ട്. സിമ്പിൾ ആയിട്ട് പറയാം, ഇപ്പൊ ഒരു മലയാളിയാണെന്ന് വിചാരിക്കാം, ഡു യു ലൈക്ക് ആപ്പിൾസ് എന്ന് ചോദിച്ചാൽ ഐ ലൈക്ക് ആപ്പിൾസ് മുഖത്തോട്ട് നോക്കി പറയും. പക്ഷേ if you see the interviews of Hollywood movie stars, you can see a pattern like this. Do you like apples? എന്നോട് ചോദിച്ചു. ഞാൻ ആദ്യം like as a matter of fact I like apples. Like ആ ഒരു ഷിഫ്റ്റ്. I'm not asking everyone to copy this the same way, but I'm saying is that if you are trying to be someone else or trying to impress them, maybe you can use it. It's just a tip. പിന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ it's always good to use N95 mask for the exams. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ചാൽ സാധാരണ മാസ്കുകൾക്ക് നമ്മുടെ ലിപ് മൂവ്മെന്റിനെ അത്രയും ഫെസിലിറ്റേറ്റ് ചെയ്യില്ല. ബട്ട് N95 മാസ്കിൽ ഒരു സ്പേസ് ഉണ്ട്. സോ വളരെ ഫ്രീ ആയിട്ട് സംസാരിക്കണമെങ്കിൽ N95 മാസ്ക് തന്നെ യൂസ് ചെയ്യുക. ബാക്കി മാസ്കുകൾ നമുക്ക് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കും, പ്രത്യേകിച്ച് വോയിസിന്റെ കാര്യത്തിലും പല ഇഷ്യൂസും ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. സോ ഇറ്റ്സ് ഓൾവേസ് പ്രിഫർ. ഞാൻ ഫസ്റ്റ് കോവിഡിന്റെ സമയത്ത് എനിക്ക് 2020 ഞാൻ IELTS പോയി ജനറൽ എഴുതുന്നത്. സൂപ്പർ ടൈറ്റ്. ഓക്കെ, സംസാരിക്കുമ്പോ like what the heck I'm speaking, right? അവർക്കൊന്നും കേൾക്കാൻ പറ്റില്ല. നമ്മൾ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. സോ ആ ഒരു സ്പേസ് ലൈക്ക് ശ്വാസം മുട്ടുന്ന ഒരു അവസ്ഥയിലാണ്. ഓൾറെഡി മാനസികമായിട്ട് ടെൻഷൻ അടിച്ചിരിക്കുന്നതിന്റെ ഇടയിൽ ശ്വാസം മുട്ടുന്ന ഒരു ഫീലിംഗ് കൂടി ഉണ്ടായാൽ ഇറ്റ്സ് ഗോൺ റൂയിൻ എവരിതിങ്. N95 മാസ്ക് എപ്പോഴും സജസ്റ്റ് ചെയ്ത ഒരു കാര്യമാണ്. മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാൽ ദ യൂസേജ് ഓഫ് ജെസ്റ്റേഴ്സ്. അതായത് നമ്മൾ മലയാളികളും പ്രത്യേകിച്ച് മലയാളത്തിൽ സംസാരിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ കൈ അധികം എന്താ പറയാ അടങ്ങി വെക്കാറില്ല. നമ്മളെപ്പോഴും കൃത്യമായിട്ട്, അതായത് ചില ആൾക്കാരൊക്കെ വളരെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഇതിൽ ആക്ഷൻസ് യൂസ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ ഇതേ ആൾക്കാർ ഇതിലും വലിയ കാര്യം ഇംഗ്ലീഷിൽ പറയുമ്പോൾ കൈ മുട്ടുമ്പോൾ വെച്ചിരുന്ന് സംസാരിക്കുന്ന ആളാണ്. അതിന് കാരണം ചില ആൾക്കാർ മുട്ടിടിക്കാതിരിക്കാൻ വേണ്ടി കാണിക്കുന്നതാണ് ടെൻഷൻ അടിച്ചിട്ട്. ചില ആൾക്കാർ മനസ്സ് പൂർണ്ണമായിട്ട് അവർ പറയുന്ന കാര്യമായിട്ട് കമ്പാറ്റീവ് ആയിട്ടുള്ളതാണ് അതിന്റെ പ്രധാന കാരണം. സിങ്ക് ആവുന്നില്ല. സോ വാട്ട് ഐ എം സേയിങ് ഈസ് ദാറ്റ് ജെസ്റ്റേഴ്സ് ഓട്ടോമാറ്റിക് ആയിട്ട് വരാണെങ്കിൽ നല്ലത്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഇഫ് യു ആർ ട്രൈങ് ടു ഇംപ്രസ് ദ എക്സാമിനർ, ചെറിയ രീതിയിലുള്ള ജെസ്റ്റേഴ്സ് നിങ്ങൾ തന്നെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക. ഇപ്പൊ എന്റെ കൈ ഒരിക്കലും അടങ്ങിയിരിക്കാറില്ല, മലയാളമായിട്ട് ഇംഗ്ലീഷ് ആയാലും. ഓക്കെ, കാരണം എന്താ വെച്ചാൽ നമുക്ക് സംസാരിക്കുമ്പോൾ ആ ഒരു ക്ലാരിറ്റി വരുത്താനും നമുക്ക് പൂർണ്ണമായിട്ട് അതിലൊന്ന് ലയിക്കണമെങ്കിൽ അവർ ഹാൻഡ്സ് ഹാവ് ടു മൂവ്. യൂസ് ഓഫ് ജെസ്റ്റേഴ്സ് ആർ വെരി ഇമ്പോർട്ടന്റ്. പിന്നെ മറ്റൊരു കേസ് എന്താണെന്ന് വെച്ചാൽ maybe there are introverts, there are extroverts, but examiners always love extroverts. Okay, they don't really like silent people who are gloomy. Okay, so what I'm saying is that even if you are introvert, like I said, try to be someone else for 15 minutes. Smile more. See, even if you are wearing a mask, they can understand your face expressions. Okay, കാരണം ഇത്രയും ഭാഗം കവർ ആയിരിക്കും, but the eyes, ഏതോ സിനിമയിൽ പറഞ്ഞ പോലെ, the eyes Chico, they never lie. Eyes will show them what we are feeling. So if you have to smile, you have to make them present, and it shows confidence as well. Okay, you should always keep a smile even if it is fake. മറ്റൊരു കേസ് എന്താണെന്ന് വെച്ചാൽ പതിയെ പാർട്ട് 1 എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് someone interviewing us. They'll ask about our personal stuff. Where did we study? What do you want to become in the future? And stuff like that. എപ്പോഴും കാര്യങ്ങൾ പേഴ്സണൽ ആക്കുന്നത് നല്ലതാണ്. നമ്മളെ പറ്റി പേഴ്സണൽ ആയിട്ടുള്ള എന്തെങ്കിലും ഡിസ്റ്റിങ്ക്റ്റ് ആൻഡ് ഇംപ്രസീവ് ഡീറ്റെയിൽ ഉണ്ടെങ്കിൽ സബ്റ്റിൽ ആയിട്ട് അത് മെൻഷൻ ചെയ്താൽ they will like us. പ്രത്യേകിച്ച് എക്സാമിനേഴ്സിന്റെ എല്ലാവരുടെയും ഒരു ക്വാളിഫിക്കേഷൻ നോക്കി കഴിഞ്ഞാൽ പലപ്പോഴും ഇവർ IELTS എഴുതിയിട്ട് ഇല്ലാത്തവരായിരിക്കും മേ ബി. പക്ഷെ ഇവരെല്ലാവരും തന്നെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരായിരിക്കും. സോ ദേ ലവ് ലിറ്ററേച്ചർ, ദേ ലവ് പോയംസ്, ദേ ലവ് ആർട്ട്. സോ ചെറിയ രീതിയിൽ അതിലൊക്കെ ഉൾപ്പെടുത്താൻ പറ്റിയാൽ ദേ വിൽ ലൈക്ക് us for sure. Okay? Yeah, exactly. That's what it's all about manipulating. So മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പല ടെൻസുകൾ യൂസ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ സ്പീക്കിങ്ങിൽ.
Like they love when we could be flexible with language. So എപ്പോഴും പ്രസന്റ് ടെൻസി പറഞ്ഞു കഴിഞ്ഞാൽ they will understand that നമ്മൾ സേഫ് പ്ലേ കളിക്കുകയാണെന്ന്. ഓക്കെ, ആൻഡ് ഫ്യൂച്ചർ ടെൻസും വലിയ കുഴപ്പമില്ല. പക്ഷെ കൃത്യമായിട്ട് പാസ്റ്റ് ടെൻസിനെ നന്നായിട്ട് ഉപയോഗിക്കുന്ന അറിയാവുന്ന ഒരാൾക്കാണ് ലാംഗ്വേജ് നന്നായിട്ട് അറിയാമെന്ന് പറയാൻ പറ്റുള്ളൂ. I used to, I should have, I could have, അങ്ങനത്തെ ഈ കുഡ് ഹാവ്, ഷുഡ് ഹാവ് അതുപോലത്തെ ടൈംസ് ഒക്കെ അറിയാവുന്നവർക്ക് ശരിക്കും ഒരു രീതി പറഞ്ഞ് ഇംപ്രസ് ചെയ്യാൻ പറ്റും എക്സാമിനാണ്. മറ്റൊരു കേസ് എന്താന്ന് വെച്ചാൽ ഈ പൊതുവെ നമ്മുടെ എല്ലാവരുടെയും IELTSന്റെ സ്പീക്കിങ്ങിൽ ആൻസറുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് യെസ് അല്ലെങ്കിൽ നോ വെച്ചിട്ടാണ്. ഡു യു ലൈക്ക് ബിരിയാണി എന്നായിക്കോട്ടെ, ഡു യു ലൈക്ക് ബിരിയാണി എന്ന് വെച്ചാൽ either say yes or they either say no, most likely yes. ഓക്കെ, അപ്പോ യെസ് വെച്ചിട്ടുള്ള ആൻസർ കുറെ അധികം കൂടുന്നത് അത്ര നല്ലതല്ല. വി ഹാവ് ടു ബി വെർസറ്റൈൽ. ഓക്കെ, സോ യെസ്സിന് പകരമുള്ള ഓൾട്ടർനേറ്റീവ്സ് കണ്ടുപിടിക്കുക. സഡൻലി ഒരെണ്ണം പറയണമെങ്കിൽ സംതിങ് ദാറ്റ് വി യൂസ് ഇസ് എ ടൈം കോൾഡ് CADMO, CADMO. CADMO എന്ന് പറയുന്നത് ഒരു നിമോണിക് ആണ്. ഇറ്റ്സ് എ ഷോർട്ട് ഫോം. C for certainly, A for absolutely, D for definitely, M for most certainly, and O for of course. So we actually use it in order. ഒരു ചോദ്യം ചോദിച്ചു, യെസ് ആണെങ്കിൽ instead of yes we use certainly, then absolutely, then definitely. Okay, that's CADMO. And at the same time we use CADMO negative as well. Okay, if I don't like Bittergard, if someone asks me, do you like Bittergard, I will say certainly not. If someone asks me again, I will say absolutely not. And I'm not going to just say no. I'm going to say certainly not, absolutely not. അല്ലെങ്കിൽ വളരെ എതിർപ്പുള്ള ഒരു കാര്യമൊക്കെ ചോദിക്കുവാണെങ്കിൽ most certainly not എന്ന് പറയും. But maybe if you hear it out of the blue, it might seem funny, but it works. Trust me, it works. It's a good tip. Okay. It's a good tip. That's cool. Yeah. And it's the funny thing is that അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഒരെണ്ണമായിരിക്കും, but there are like 5, 6, at least 7 or 8 ways to answer the question. ഇപ്പൊ എന്നോട് വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് ഫുഡ് എന്ന് ചോദിക്കുകയാണ്, ലെറ്റ്സ് സേ ബിരിയാണി. ഓക്കെ, മൈ ഫേവറേറ്റ് ഫുഡ് ഈസ് ബിരിയാണി എന്നുള്ളതാണ് ഭൂരിഭാഗം പേരും പറയുന്ന ആൻസർ. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് ഇറ്റ് ഈസ് നൺ അതർ ദാൻ ബിരിയാണി എന്ന് പറയാം. ഓക്കെ, ആസ് എ മാറ്റർ ഓഫ് ഫാക്ട് ഇറ്റ് ഈസ് ബിരിയാണി എന്ന് പറയാം. ഓക്കെ, ആസ് ഫാർ ആസ് ഐ എം കൺസേൺ ബിരിയാണി ഈസ് ദ ബെസ്റ്റ് ഫുഡ് എന്ന് പറയാം. അല്ലെങ്കിൽ കുറച്ചും കൂടി വലുതാക്കണമെങ്കിൽ ഓൾമോസ്റ്റ് എവരി വൺ ഇൻ മൈ കൺട്രി ലവ്സ് ബിരിയാണി, ഐ എം നോട്ട് ഡിഫറെന്റ്. അല്ലെങ്കിൽ ഔട്ട് ഓഫ് ഓൾ ദ ഫുഡ് ദാറ്റ് ഐ ഹാവ് എവർ ഹാഡ്, biryani is the one that caught my attention. Like biryani is the one that made me obsessed or addicted. See, there are a lot of ways in which you can answer this. ഞങ്ങൾ പൊതുവെ ഇതൊരു ഫോർമുല ആയിട്ടാണ് കീപ്പ് ചെയ്യാറ്. സോ ഓൾവേസ് മേക്ക് ഷുവർ ദാറ്റ് യുവർ ആൻസേഴ്സ് ആർ വെർസറ്റൈൽ. They don't love formulas, they don't appreciate formulas. സോ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മറ്റൊരു കേസ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോ ചേട്ടൻ ക്യൂ കാർഡിന്റെ കേസ് പറഞ്ഞില്ലേ, റൈറ്റ് നൗ ഇപ്പൊ 86 ക്യൂ കാർഡാണ് കിരൺ പ്രീത് മക്കാറിന്റെ ഒഫീഷ്യൽ ആയിട്ട് ഇറങ്ങിയിട്ടുള്ളത്. ഓക്കെ, 86 മാത്രമല്ല, ബേസിക്കലി IDP തന്നെ സജസ്റ്റ് ചെയ്യുന്നത് കിരൺ മക്കാറിന്റെ ഇത് കീപ്പപ്പ് ചെയ്യാനാണ്, കിരൺ മക്കാറിന്റെ ഇത് ഒഫീഷ്യൽ PDF ഫോളോ ചെയ്യാനാണ്. സോ കിരൺ മക്കാറിന്റെ ഇതിൽ മൊത്തം 86 ക്യൂ കാർഡാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പൊതുവെ ഭൂരിഭാഗം പിള്ളേരും ഈ ക്യൂ കാർഡിന് വേണ്ട രീതിയിലുള്ള വില കൽപ്പിക്കുന്നില്ല. ബട്ട് ഡോണ്ട് ഡു ദാറ്റ്. സത്യം പറഞ്ഞാൽ 86 ക്യൂ കാർഡിനും കഥ ഉണ്ടാക്കിയിട്ട് പോയി അത്രയും നല്ലതെന്നാണ് എന്റെ അഭിപ്രായം. കഥ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത്, to be honest, ഈ മാർവലിന്റെ യൂണിവേഴ്സ് എന്നൊക്കെ പറയുന്ന പോലെ we can actually make a universe out of it. Okay, for example, I had a friend, a student, I don't want to mention his name, but one funny thing about him is that പുള്ളിക്കാരന്റെ എല്ലാ ക്യൂ കാർഡും 2018 കേരളത്തിലെ വെള്ളപ്പൊക്കമായിട്ട് കണക്റ്റഡ് ആയിരുന്നു. എന്ത് ചോദിച്ചാൽ പുള്ളി വെള്ളപ്പൊക്കത്തിലേക്ക് പോകും. ആൻഡ് കേൾക്കുന്ന ആളെ വിഷമിക്കുന്ന രീതിയിലാക്കും. ഇറ്റ് ഈസ് എ ഗുഡ് തിങ്. ആൻഡ് I mean, he was clever, he was cunning, and ultimately it helped. Okay, so ഇപ്പൊ സിമ്പിൾ ആയിട്ട് ഇപ്പൊ ഡിസ്ക്രൈബ് എ ടൈം വെൻ യു കുഡിന്റ് യൂസ് യുവർ മൊബൈൽ ഫോൺ എന്ന് ചോദിച്ചിരിക്കും അവനോട്. അവൻ പറയാൻ പോകുന്നത് എങ്ങനെയായിരിക്കും, 2018 വെള്ളപ്പൊക്കത്തിൽ വീടിന്റെ ടെറസിൽ ഞങ്ങൾ പെട്ടുപോയപ്പോ ഞങ്ങളെ സഹായിക്കാൻ ആരും ഉണ്ടായില്ല, ആ സമയത്ത് ഫോൺ വിളിക്കാൻ പോയപ്പോ ഫോൺ ചാർജ് ഉണ്ടായില്ല. അല്ലെങ്കിൽ ഡിസ്ക്രൈബ് എ പേഴ്സൺ യു റെസ്പെക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2018 വെള്ളപ്പൊക്കത്തിൽ ഞങ്ങൾ എന്താ പറയാ റിലീഫ് ക്യാമ്പിൽ കഴിയുമ്പോൾ അവിടെ ഒരാളെ പരിചയപ്പെട്ടു, ഞങ്ങൾക്ക് രണ്ടുപേർക്കും പലതും നഷ്ടപ്പെട്ടു, അയാൾക്ക് നഷ്ടപ്പെട്ട പലതും തിരിച്ചറിഞ്ഞപ്പോൾ ഞാൻ എത്ര ഭാഗ്യവാനാന്ന് ആഗ്രഹിച്ചു എന്നൊക്കെ പറഞ്ഞ് എന്റെ പൊന്നോ കുറച്ച് ഓവറാണ്. ബട്ട് സ്റ്റിൽ what I'm saying is that he knows how to connect everything. Okay, അപ്പൊ എന്താ ഗുണം എന്ന് വെച്ചാൽ he actually created his own universe. Okay, അപ്പൊ ഞങ്ങൾ യൂസ് ചെയ്യുന്ന ടീം, ഞങ്ങൾ ആംഗ്ലോവേഴ്സിൽ യൂസ് ചെയ്യുന്ന ടേം എന്ന് പറയുന്നത് നെക്സസ് ഇവന്റ് എന്നാണ്. നെക്സസ് ഇവന്റ്, so that is one particular event that connects all of your cue cards. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോ ക്യൂ കാർഡിനും ഓരോ കഥ ഉണ്ടാക്കി കഷ്ടപ്പെടേണ്ട ആവശ്യം വരില്ല. ഓക്കെ, സോ അങ്ങനെ ചെയ്യുന്നത് വളരെ ഉപകാരപ്രദമാണെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കേസ് എന്താ വെച്ചാൽ പാർട്ട് 3 ആണ്. പാർട്ട് 3 ആണ് പിന്നെയും എന്താ പറയാ ടഫായിട്ട് ആൾക്കാർ കാണുന്നത്.
പാർട്ട് 3 മിനിമം 3 മുതൽ 5 വരെ സെന്റൻസുകൾ പറയണം. അപ്പോൾ പാർട്ട് 3 ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് വെച്ചാൽ എന്താ പറയാ, ആകാശത്തിന് കീഴിലുള്ള എന്തിനെ പറ്റിയും ചോദ്യങ്ങൾ ചോദിച്ചത്. ഓക്കെ, സമൂഹത്തിനെ പറ്റിയും സമൂഹത്തിലെ അനീതികളെ പറ്റി ക്വസ്റ്റ്യൻ ചോദിച്ചെന്ന് വരും. അപ്പോൾ ആരെയും ഒഫൻഡ് ചെയ്യാതെ ഉത്തരം പറയാ, ഇരയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ ഉത്തരം പറയാ. ഏതെങ്കിലും ഒരു ചോദ്യത്തിന്റെ ഉത്തരം അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് തന്നെ പറയാം. പക്ഷെ ഐ ഡോണ്ട് നോ എന്ന് പറയരുത്. ഇപ്പൊ I can't really remember any more points regarding the question that you have just asked. അതുപോലെ എങ്ങനെ പറഞ്ഞു. ഓക്കെ, ഐ ഡോണ്ട് നോ എന്ന് പറയാതെ നിർഭാഗ്യവശാൽ ഈ അവസരത്തിൽ താങ്കൾ ചോദിച്ച ഉത്തരത്തിനുള്ള ഒരു ഐഡിയ എനിക്ക് കിട്ടുന്നില്ല, എങ്കിലും ഇങ്ങനെയെന്ന് പറഞ്ഞ സെന്റൻസ് പറയാം. നമ്മുടെ ബേസിക്കലി നമ്മുടെ ജനറൽ നോളജ് അസർട്ടൈൻ ചെയ്യാനല്ല ഇവർ അവിടെ ഇരിക്കുന്നത്, നമ്മുടെ ഇംഗ്ലീഷ് അസർട്ടൈൻ ചെയ്യാനാണ്. സോ അറിയില്ല എന്നും ഒരു ഭംഗിയായിട്ട് പറഞ്ഞാൽ അതിനും ചിലപ്പോൾ പോയിന്റ് കിട്ടും. ഓക്കെ, ആൻഡ് അൾട്ടിമേറ്റ്ലി എല്ലാം ഈ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ വളരെ സ്മൈൽ ചെയ്ത് കോൺഫിഡന്റ് ആയിട്ടിരിക്കുക. ബിക്കോസ് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ അവർക്ക് നമ്മളെ എങ്ങനെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിനാണ് മാർക്ക്. അല്ലാതെ ഇപ്പൊ നമ്മൾ എത്ര നന്നായിട്ട് പറഞ്ഞാലും ഒരുപക്ഷെ നമ്മൾ അഹങ്കാരിയാണെന്നോ അല്ലെങ്കിൽ നമ്മൾ വളരെ ഗോപിയാണെന്നോ തോന്നിക്കഴിഞ്ഞാൽ ഒരു മാർക്ക് കിട്ടില്ല, അത് നമ്മൾ ബാധിക്കും. സോ യു ഹാവ് ടു മേക്ക് ഷുവർ ടു ഇംപ്രസ് ദം. അപ്പോൾ കിരൺ, താങ്ക് യു സോ മച്ച്. ഇന്നത്തെ സ്പീക്കിങ്ങിന്റെ ടിപ്സിനൊക്കെ വളരെ നന്ദി. നമ്മൾ ലിസണിങ് കൂടി ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പറഞ്ഞാണ് വന്നത്, പക്ഷേ ടൈം അതിക്രമിച്ചിരിക്കുന്നു. സോ നമ്മളിന്ന് സ്പീക്കിങ്ങിൽ നിർത്തുകയാണ്. ഇനി ഏതെങ്കിലും ഒരു ദിവസം കിരണ് ഫ്രീ ആകുമ്പോഴത്തേക്കും നമുക്ക് വന്നിട്ട് ബാക്കിയുള്ള ഒരു കുറച്ച് ടിപ്സ് കൂടെ ഇവർക്കൊന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഗൈസ്, അതൊക്കെയാണ് ആംഗ്ലോസ് ടീമിൽ നിന്ന് നമുക്ക് കിട്ടിയ സ്പീക്കിങ്ങിന്റെ ടിപ്സ്. ഒരുപാട് പേർക്ക് ഇത് പ്രയോജനമാവുമെന്ന് വിചാരിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ ഇട്ടിട്ട് നമ്മൾ അതിന്റെ ഇൻക്വയറി കുറേ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കായിട്ട് കൊടുക്കാം. വ്യൂവേഴ്സിന് ഉപകാരപ്രദമാവുന്ന രീതിയിൽ മാത്രം നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളൂ. ഞങ്ങൾ ഇവരുടെ അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തതാണ് വ്യൂവേഴ്സിന് എന്തെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുമോ എന്ന്. അവർ 500 rupees പെർ ഹെഡ് ഡിസ്കൗണ്ട് തരുന്നുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് ഇട്ടിട്ടുണ്ട്. ആംഗ്ലോവേഴ്സിന്റെ എൻക്വയറിയാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ജോയിൻ ചെയ്താൽ മതി. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, നമ്മളിത് ആരെയും കമ്പൽ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങൾ പോയി ജോയിൻ ചെയ്യുക. സോ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് കമന്റ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.